അപ്പോൾ യുംലി ഫലം യുബഖി, ഒരു ശേഷിക്കാതെ എൻ്റെ ബുദ്ധി കളയുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഒരു വിഷയം തന്നെ ഉണ്ടാവില്ല. ദുനിയാവ് അവരെ തലയേക്കട് കയറൂല. സാധാരണ ജനങ്ങൾ സംസാരിക്കുന്ന ദുനിയാവല്ലേ, അതുപോലെ തലയിൽ കയറൂല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബത്തിന്റെ മദ്യം ഒരാൾ ആസ്വദിച്ചാൽ പിന്നെ ഓന് പണത്തിനും താല്പര്യം ഉണ്ടാവില്ല, സ്ഥാനമാനത്തിനും താല്പര്യം ഉണ്ടാവില്ല, ഒന്നും താല്പര്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആസ്വദിക്കാൻ അവരുടെ ജീവിതം മുഴുവൻ ആസ്വാദനം. എല്ലാ അറിവിൻ്റെയും ചാവി മദീനത്താണ്. അത് പുണ്യ റസൂലാണ്. അങ്ങനെ ഒരാളെ അള്ളാഹു ചരിത്രത്തിൽ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല. അതാണ് മദീനത്തെ ചാവി. അത് മദീനയെ ആസ്വദിച്ചാൽ ഒരാൾക്ക് കിട്ടുന്നെ ചെയ്യും. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ഇന്നലെ ഒരാൾ മരിച്ചു. അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിച്ചു. ബാങ്ക് പൂർത്തിയായില്ല. എന്തിയ ആള് ഈ ആൾക്ക് ഒരു ആഖിബത്തുൽ മുത്തഖീങ്ങൾക്ക് നല്ല മരണം ഉണ്ടാവും. എന്താ കാരണം? പുണ്യ റസൂലിനെ അത്രയും ഇഷ്ടപ്പെട്ട ഉള്ളിൽ റസൂലിനെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് അങ്ങനത്തെ മരണം ഉണ്ടാവില്ല. طويت علوم العارفين بأسرها بشمي ري المصطفى صاحب الصدق طويت مديح المادحين جميعهم بعين اللهاء روع ذي الأمر والخلق ألا فاسقني جهرا مداما محبة الأمين الذي يملي بعقلي فلم يبق رسول أمين أكرم الخلق كله لدى حضرة الرحمن ذي الرتق والفتق جليل جميل كامل ومبشر نذير مطاع عند ذي الهدي والوفق إمام لرسل الله وهو ممدهم فقد فاق من قد جاء بالحق للخلق لعمدي وما عمدي علي بعيني لنعم المقفى هاديا وعلي الخلق دعني وابلاني محياه كلما تبدى سباني نحوه الربق بالرق فما كاجبين الهاشمي محمدي وما كا محياه من الحسن والرفق തവയ്യത്ത് ഉലൂമുൽ ആരിഫിൻ്റെ 1-2 ക്ലാസ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒറ്റ വാക്കുകൊണ്ട് ഞാൻ അവിടുന്ന് പോകാം, അല്ലെങ്കിൽ അവിടെ തന്നെ ഞാൻ കൂടിപ്പോകും. തവയ്യത്ത് ഞാൻ ചുരുട്ടിയ ഉലൂമുൽ ആരിഫീൻ, എല്ലാ അന്തരജ്ഞാനികളുടെയും ആരിഫീങ്ങളെയും വിജ്ഞാനങ്ങളെ ബിഅസ്രിഹ അവയെല്ലാത്തിനെയും ബിഷമ്മിയെ എൻ്റെ ആസ്വാദനം കൊണ്ട് ഞാൻ ചുരുട്ടിയിട്ടുണ്ട്. റയ്യ അൽ മുസ്തഫ നബിയുടെ സുഗന്ധത്തെ, റയ്യ എന്ന് പറഞ്ഞാൽ സുഗന്ധം, സ്വാഹിദ് ബിസ്ദിഖ് സത്യവാനായ സത്യത്തിൻ്റെ വക്താവായ പുണ്യ റസൂലിൻ്റെ സുഗന്ധത്തെ ഞാൻ ആസ്വദിച്ചു. ഷെമ്മ് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, മൂക്കൊണ്ട് ആസ്വദിക്കുക. അത് ഞാൻ ആസ്വദിച്ചപ്പോൾ എല്ലാ ആരിഫീങ്ങളുടെ വിജ്ഞാനത്തെയും ഞാൻ ചുരുട്ടിയെടുത്തു. ചുരുട്ടൽ എന്തിനു വേണ്ടിയാണ്? ചുരുട്ടാൻ ഒറ്റയടിക്കകത്താക്കുക, അതാണ് ചുരുട്ടൽ. ഒരു വെള്ളപ്പമായി കാണുകയാണെങ്കിൽ, വെള്ളപ്പായി കാണുകയാണെങ്കിൽ അതിങ്ങനെ ചായയും വെള്ളപ്പം ഇങ്ങനെ എന്ത് ചെയ്യണം? മുറിച്ച് കഷ്ണമായി കഴിക്കണം. ഒരു വെള്ളപ്പം ചുറ്റിട്ട് അണ്ണാക്ക കണ്ടിടും, ഒരു ഗ്ലാസം വെള്ളം കുടിച്ചു, 1 സെക്കൻഡിനെ പണിയുള്ളൂ. അതാണ് ചുരുട്ടൽ. അതൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതന്നെ ചുരുട്ടുക ആണ് ചുരുട്ടി. അപ്പോൾ എല്ലാ ആരിഫീങ്ങളുടെയും വിജ്ഞാനത്തെ ഞാൻ റസൂലുള്ളാഹിനെ ആസ്വദിച്ച് ചുരുട്ടിയെടുത്തു എന്ന് പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ സ്നേഹിക്കുകയും ഹബീബായ റസൂലുള്ളാഹിനെ ആത്മാർത്ഥമായി ഉൾക്കൊള്ളുകയും ചെയ്തതുകൊണ്ട് എനിക്ക് ഈ ലോകത്തുള്ള എല്ലാ ആരിഫീങ്ങൾക്ക് കിട്ടിയ വിജ്ഞാനം ഒറ്റയടിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതതിൻ്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അവരെ ദർജ ഏറ്റി കൊടുക്കട്ടെ. അവരെ ഹദറത്തിലേക്ക്, ഇബ്രാഹിം നിയാസ് കൗലഖി തങ്ങളുടെ ഹദറത്തിലേക്ക്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ആമീൻ.
അപ്പം അത് തന്നെ അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പാഠം എന്താണ്? ഹബീബായ നബിയെ സ്നേഹിക്കുന്നതോടുകൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യജ്ഞാനവും അകലമല്ല, എല്ലാം നമുക്ക് കിട്ടും. അള്ളാഹു റസൂലിനെ സ്നേഹിക്കാൻ തയ്യാറാണ്. അള്ളാഹു റസൂലിനെ ഒരാൾ സ്നേഹിക്കുന്നില്ലെങ്കിലോ അവന് കിട്ടുന്നത് ശരിയായ വിജ്ഞാനവും അല്ല, അവനെ ഉപകരിച്ചോളണം എന്നില്ല. അവൻ നബിയെ സ്നേഹിക്കാത്ത ഒരാൾക്ക് വിജ്ഞാനമില്ലേ? സാങ്കേതിക സൗകര്യങ്ങളും അറിവുകളൊക്കെ ഉണ്ടാവും, അത് പൂർണ്ണതയിലെത്തൂല. ചൈനയിൽ പോയിട്ടെങ്കിലും അറിവ് പഠിച്ചോളി. അപ്പോൾ അറിവ് ചൈനയിൽ നിന്നും അറിവ് കിട്ടാം. പക്ഷേ അങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും അങ്ങനെയാണ് എല്ലാം. പക്ഷേ അത് ഉപകരിക്കണമെങ്കിൽ മദീനയിൽ വരണം. മദീനയിൽ വിജ്ഞാനമാണ് വിജ്ഞാനങ്ങളെ ഉപകരിക്കുന്ന വിജ്ഞാനം. വേറെ എവിടുന്ന് കൊണ്ടായാലും അത് ഉപകരിക്കൂല. നീ താൽക്കാലികമായ ഉപകരിച്ചേക്കാം, പക്ഷെ പൂർണ്ണമായ ഉപകരിക്കൂല. എല്ലാം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, എല്ലാം ഉണ്ട്. മോട്ടർ എൻ്റെ കാറിന് ടയറുണ്ട്. ബോഡി ഉണ്ടോ? ബോഡിയുണ്ട്. അതിൻ്റെ മെഷീനുണ്ടോ? മെഷീൻ. എൻ്റെ മറ്റേ മെഷീൻ്റെ ബെൽറ്റ് ഉണ്ടോ? അതുണ്ട്. ടൈമിംഗ് ബെൽറ്റ് ഉണ്ടോ? ഉണ്ട്. ടാങ്ക് ഉണ്ടോ? ടാങ്ക് ഉണ്ട്. ടാങ്കിൽ എണ്ണ ഉണ്ടോ? എണ്ണ ഉണ്ട്. അതുമുണ്ട്. എല്ലാം ഉണ്ട്. സീറ്റുണ്ടോ? സീറ്റുണ്ട്. കാലത്ത് ഇങ്ങനെ നീട്ടിയൊക്കെ ഉള്ള സ്ഥലമുണ്ടോ? അതൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ചാവില്ല. മനസ്സിലാണ്ട് പറഞ്ഞു, ചാവില്ലാത്ത കാലത്തോളം അതിൻ്റെ മംഫഅത്ത് നിനക്ക് ഉപകരിക്കൂല, അതിൻ്റെ മംഫഅത്ത് കിട്ടില്ല. ചാവി മദീനയില്ല. അതാണ് എല്ലാ അറിവും, എല്ലാ അറിവിൻ്റെയും ചാവി മദീനത്താണ്. അത് പുണ്യ റസൂലാണ്. അങ്ങനെ ഒരാളെ അള്ളാഹു ചരിത്രത്തിൽ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല. അതാണ് മദീനത്തെ ചാവി. അത് മദീനയെ ആസ്വദിച്ചാൽ ഒരാൾക്ക് കിട്ടുന്നെ ചെയ്യും, അളവിൽ കിട്ടും. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ഇന്നലെ ഒരാൾ മരിച്ചു. അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിച്ചു. ബാങ്ക് പൂർത്തിയായില്ല. എന്തിയ ആള്? ഈ ആൾക്ക് മുത്തഖീങ്ങൾക്ക് നല്ല മരണം ഉണ്ടാവും. എന്താ കാരണം? പുണ്യ റസൂലിനെ അത്രയും ഇഷ്ടപ്പെട്ട ഉള്ളിൽ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് അങ്ങനത്തെ ഒരു മരണം ഉണ്ടാവില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ടാവും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മരണം തന്നെയാണ്. അത് വല്ലാത്ത മരണമാണ്. വൽആഖിബത്തു ലിൽമുത്തഖീൻ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്തഖീൻ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹിൻ്റെ ഹബീബിനെ അതിരറ്റ് സ്നേഹിച്ചിട്ടുണ്ടാവും, അല്ലാതെ അങ്ങനെ കഴിയില്ല. അപ്പം അതാണ് ഇപ്പോൾ ഈ അറിവ് എന്ന് പറഞ്ഞാൽ ചില എന്ത് പറഞ്ഞാൽ അയാൾക്ക് അറിയേണ്ടതൊക്കെ അയാൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഓരോരുത്തർക്ക് അറിയേണ്ടതിൻ്റെ പരമാവധി അവധിക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഇതന്നെ അതെനിക്കറിഞ്ഞിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും കിട്ടും. ഒരു കാര്യത്തിൻ്റെ മുന്നിൽ പതറൂല. എന്തുകൊണ്ട് പതറൂല? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അവിടെ നീട്ടി പറയുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായ ചർച്ച പറഞ്ഞിട്ടുണ്ട്. തവൈതു ഉലൂമൽ ആരിഫീന ബി അസ്രിഹാ ബിശമ്മി റയ്യൽ മുസ്തഫ സാഹിബ് സിദ്ദഖ്. പിന്നെ തവൈതു മദീഹൽ മാദിഹീന ജമീഇഹിം. തവൈതു ഞാൻ ചുരുട്ടിയെടുത്തു മദീഹൽ മാദിഹീന പ്രശംസിക്കുന്നവരുടെ എല്ലാ പ്രശംസയെയും, അവരെല്ലാവരുടെ പ്രശംസയെയും ഞാൻ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അമ്രിൻ്റെയും ഖൽഖിൻ്റെയും ഉടമക്കാരനായ, അമ്രിൻ്റെയും ഖൽഖിൻ്റെയും ഉടമക്കാരൻ അംരി വൽ ഖൽഖ്. അമ്ര് കൽപ്പന, ആജ്ഞ, ഖൽഖ് സൃഷ്ടി. അപ്പോൾ സൃഷ്ടിത്വത്തിൻ്റെയും സൃഷ്ടിയുടെയും ആജ്ഞയുടെയും ആളായ അവൻ്റെ ആ ആളുടെ ഒരുത്തൻ
പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പ്രപഞ്ചത്തിലുള്ളവർ അറിയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. ഒരു കാര്യമുണ്ട്. ആ ഒരു ഹാഇനെ കൊണ്ട് തന്നെ ഐനിൽ ഹാഇൻ റൂഹി ദിൽ അംരി വൽ ഖൽഖ്, ദിൽ അംറു വൽ ഖൽഖ്, ആജ്ഞയുടെയും കൽപ്പനയുടെയും കർത്താവായ ഒരുത്തൻ്റെ ആ ഒരുത്തൻ്റെ ബിഐനിൽ ഹാഇ റൂഹ്, ആ ഹാഇൻ്റെ എന്ന ഹാഇൻ്റെ അതിൻ്റെ ആത്മാവ് കൊണ്ട് ഏതൊരു കാര്യമാണ് പുണ്യ റസൂലിനെ കുറിച്ച് അറിയാൻ, ലോകരറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതോ അതുകൊണ്ട് അത് ഞാൻ മനസ്സിലാക്കി, അത് ഞാൻ ഉൾക്കൊണ്ടു. അപ്പോൾ എല്ലാ മദ്ഹും ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നർത്ഥം. അതൊരു വലിയ വാക്കാണ്. അതൊരു പെട്ടെന്ന് മനസ്സിലാക്കാവുന്നൊരു വാക്ക് അല്ല. ഞാൻ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ചില പദങ്ങൾ മനസ്സിലാക്കിയെടുക്കൽ നമ്മളെപ്പോലത്തെ ആളുകൾക്ക് കഴിയില്ല. അങ്ങനത്തെ ഒരു വാക്കാണ്. ഒന്നുകൂടി പറയാം. ദുൽ അംരി വൽ ഖൽഖാര അല്ലാഹ്. മനസ്സിലായില്ലേ? ബിഐനിൽ ലിഹാഇ റൂഹി, ബിഐനിൽ ലിഹാഇ റൂഹി ദിൽ അംരി വൽ ഖൽഖ്. നല്ലോണം നോക്ക്. ബിഐനിൽ ലിഹാഇ റൂഹി ദിൽ അംരി വൽ ഖൽഖ്. അതായത് അമ്രിൻ്റെയും ഖൽഖിൻ്റെയും ഉടമക്കാരനായ ആ ഒരുത്തൻ, അല്ലാഹു ഉടമക്കാരൻ, അവൻ അല്ലാഹുവിൻ്റെ ഹബീബിനെ കുറിച്ച് ലോകം അറിയാൻ ആഗ്രഹിച്ചത് ഒരു ഉണ്ടല്ലോ, ഒരു കാര്യം, അതിൻ്റെ അത് തന്നെ, ഐനിന് അത് തന്നെ എന്നർത്ഥം. അതിൻ്റെ ആ ആത്മാവ് തന്നെ ഞാൻ ഉൾക്കൊള്ളുന്നത് കൊണ്ട് എന്നർത്ഥം. അതങ്ങനെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ലോകം അറിയാൻ അല്ലാഹു ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട്, അത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ പിന്നെ എല്ലാ മാദിഹ്യങ്ങളെ മധുവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് നബിയെക്കുറിച്ച് കോടാനക്കോടി കവിത എഴുതിയിട്ടുണ്ടെങ്കിലും ആ കവിതയുടെ അന്തപ്പൊരുൾ എൻ്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ട്? അല്ലാഹു നബിയെക്കുറിച്ച് ലോകത്തിന് അറിയിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ച ആ ഒരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തെ ഞാൻ ഉൾക്കൊള്ളുന്നത് കൊണ്ട്, അതാണ് ആ യാഥാർത്ഥ്യം, അത് ഞാൻ ആ ഐനിൻ്റെ അർത്ഥം അതാണ്, ആ യാഥാർത്ഥ്യം കൊണ്ട്. ആരുദ്ദേശ യാഥാർത്ഥ്യം? ദുൽ അംരി വൽ ഖൽഖായ അല്ലാഹു. ആ കാര്യത്തിൻ്റെ ആത്മാവിനെ ഞാൻ, അതിൻ്റെ യാഥാർത്ഥ്യത്തെ ഞാൻ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ പ്രശംസിക്കുന്നവരുടെയും പ്രശംസയെ യഥാർത്ഥത്തിൽ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. തവൈത്തു, ഞാൻ ചുരുട്ടി. മദിഹൽ മദിഹീന, എല്ലാ പ്രശംസകരുടെയും പ്രശംസയെ, ജമീഇഹിം, അവരുടെ എല്ലാവരുടെയും. ബിഐനിൽ ലിഹാഇ റൂഹി, ഒരു സാഹിബുൽ വഖ്താണ് അവർ പറയുന്നത്. ഔലിയാക്കൾക്കല്ലാത്ത നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ചില വാക്കുകൾ മനസ്സിലാവില്ല. ഒരു സാഹിബുൽ വഖ്താണ്, ഒരു കാലത്തിൻ്റെ ആളാണ്. അവരെപ്പോലത്തെ ഒരാൾ 20-ാം നൂറ്റാണ്ടിൽ എൻ്റെ അറിവില്ല. അപ്പം അത് മനസ്സിലാക്കണമെങ്കിലും ഒരു മാത്തമാറ്റീഷ്യൻ പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ ആവറേജ് മാത്സ് അറിയണ്ടേ? ഒരു മെഡിക്കൽ സയൻസിലെ ഒരു ഡോക്ടർ ഒരു MD ഡോക്ടർ പറയുന്നത് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ആവറേജ് അവന് എന്തറിയണം? മെഡിക്കൽ സിസ്റ്റത്തെക്കുറിച്ച് ഒരു ഇൽമാമും ഒരു ബന്ധവുനുണ്ടാണ്ടേ? ഓരോന്നിലും ഒരു ഇസ്തിലാഹ് ഉണ്ടാവും, ഓരോന്നിലും ഉണ്ടാവും ഒരു പദപ്രയോഗം ഉണ്ടാവും. ഇപ്പം നൗഫൽ എന്താ പറയുക, നൗഫൽ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റാണ്, an എക്സാമ്പിൾ. അവർക്ക് അവരുടെ പ്രയോഗങ്ങളുണ്ടാവും.
അത് പലതും സത്യത്തിൽ മലയാള വാക്കുമാവില്ല, ചൈനീസ് ആയിരിക്കും. ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ലേ? അങ്ങനത്തെ ഉണ്ട്. കരാട്ടയിൽ പല വാക്കും ചൈനീസ് ഓർ ജപ്പാനീസൊക്കെ ആയിരിക്കാം. ജാപ്പനീസാണ്. പല വാക്കും ജാപ്പനീസാണ്. ഒരു തട്ടിലും തടവിലും ഇപ്പോൾ നൗഫലൊരു വാക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അത് നമുക്കറിയുന്നല്ലാതെ മുഴുവൻ നമുക്കറിയില്ല. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്നും അറിയില്ല. അപ്പം അതിലേക്ക് പ്രവേശിക്കാത്ത ഒരാൾക്കത് മനസ്സിലാക്കാത്തത് പോലെ അള്ളാഹിൻ്റെ ആരിഫീങ്ങളായ ആളുകൾ പറയുന്നത് മുഴുവൻ നമ്മളെപ്പോലത്തെ മനസ്സിലാവുകയേ ഇല്ല. ഒരു വാക്ക്. 2, ഈ ആൾ സാധാരണ ആരിഫുമല്ല. ഇങ്ങനത്തെ ഒരാൾ 20-ാം നൂറ്റാണ്ടിലുള്ളതായി എൻ്റെ അറിവില്ല. അങ്ങനത്തെ ആൾ. ഞാൻ പറഞ്ഞില്ലേ, അസഹറിലെ ജുമാഅത്ത് പള്ളിയിൽ അസഹറിലെ ഷെയ്ഖായിരുന്ന അബ്ദുൽ അലി മഹ്മൂദ് വെള്ളിയാഴ്ച രാവിലെ സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹറിലെ ജുമാഅത്ത് പള്ളിയിൽ വന്നു. ഇത് സ്വപ്നം കാണുക. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു തൂണിന് ചാരിയിരുന്ന് ദിക്ർ ചൊല്ലിയ ഖുർആനോട് എന്തോ ഒരു കാര്യം ചെയ്തു. സ്വപ്നം കാണുക. അപ്പോൾ ഈ കിടക്കുന്ന അബ്ദുൽ അലി മഹ്മൂദ് ഉറങ്ങുക. സ്വപ്നം കണ്ടു. അപ്പോൾ പിന്നെ അബ്ദുൽ അലി മഹ്മൂദും മറ്റവിടെയുള്ള പണ്ഡിതന്മാരും പൊതുജനങ്ങളെല്ലാവരും ഓടിച്ചെന്ന് റസൂലുള്ളാഹിനെ കൈ പിടിച്ച് എല്ലാവരും അവിടുത്തെ കൈ ചുംബിച്ചു. എന്നിട്ട് നിർബന്ധിച്ചു, നിങ്ങളിന്ന് ജുമാക്ക് ഖുതുബ ഓതിയിട്ട് ഞങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കണം. അങ്ങനെ റസൂലുള്ളാഹി ഖുതുബ ഓതുകയും ചെയ്തു, നിസ്കരിക്കുകയും ചെയ്തു. നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി പ്രസംഗിച്ചു. അപ്പോൾ എല്ലാ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനത്തെ പ്രസംഗം നടത്തി. എന്തതിൻ്റെ അർത്ഥമെന്ന് അബ്ദുൽ അലി മഹ്മൂദിന് മനസ്സിലായില്ല. പിറ്റേന്ന് രാവിലെ ജുമാക്ക് പോയിട്ട് അവർ സാധാരണ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു. എന്തതിൻ്റെ എന്നാൽ തലേന്ന് സ്വപ്നം കണ്ട സ്വപ്നം തെളിഞ്ഞു നിൽക്കുകയാണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നിയാസ് കൗലാഹി തങ്ങൾ വന്നു. അവർ വന്നിട്ട് 2 റക്അത്ത് ഇന്നലെ കണ്ടതുപോലെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ആ തൂണിന് ചാരിയിരുന്നു. എന്നിട്ട് ദിക്ർ ചൊല്ലലോ ഖുർആനോ എന്തോ കണ്ടത് അത് പ്രകാരം. അപ്പോഴത്തേന് അബ്ദുൽ അലി മഹ്മൂദ് ഓടിച്ചെന്ന് കയ്യനെ ചുംബിച്ചു. എന്നാൽ റസൂലുള്ള ഇരിക്കുന്ന അപ്പോഴത്തേന് വേറെ പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞു, ഇന്ന് ഖുതുബ ഇവിടുന്ന് ഓതാം. അവിടെ ഖുതുബ ഓതി, അവിടെ നിന്ന് നിസ്കരിച്ചു. പിന്നെ ജനങ്ങൾ കൽപ്പിച്ച ചെറിയ പ്രസംഗം നടത്തി. ആ പ്രസംഗം കേട്ട് എല്ലാവരും പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അവിടെ കൂടിയ പണ്ഡിതന്മാർ അവർക്ക് കൊടുത്ത പേരാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം നിയാസ് കൗലാഹി. അങ്ങനത്തെ ഒരാൾ 20-ാം നൂറ്റാണ്ടില്ല. അപ്പം അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമ്മളെപ്പോലത്തെ മനസ്സിലാക്കാനേ കഴിയും. കാരണം നമുക്കതിനെപ്പറ്റി അറിവില്ല. നമുക്ക് ഈ സാധാരണ അറിവല്ലേ. അപ്പം അതാണ് തൊവൈത്തു, ഞാൻ ചുരുട്ടി, മദീഹൽ മദിഹീന, എല്ലാ നബിയെ പ്രശംസിക്കുന്നവരുടെയും പ്രശംസയെ ഞാൻ ചുരുട്ടി, ജമീഅഹിം, അവരെല്ലാവരുടെയും പ്രശംസ ഞാൻ ചുരുട്ടി, ബിഐനിൽ ലിഹാഇ റൂഹി ദിൽ അംരി വൽ ഖൽഖ്. ദിൽ അംറി വൽ ഖൽഖ് ആരാ? അല്ലാഹു. അലാ ലഹുൽ അംറു വൽ ഖൽഖ്. അവൻ്റേതാണ് ആജ്ഞയും അവൻ്റേതാണ് സൃഷ്ടിയും ഖുർആനിലുണ്ട്. അപ്പോൾ ആജ്ഞയുടെയും സൃഷ്ടിയുടെയും കർത്താവിൻ്റെ ആജ്ഞയുടെയും സൃഷ്ടിയുടെയും കർത്താവിൻ്റെ അവൻ ഉദ്ദേശിച്ച അതാണ് ആ ഉദ്ദേശിച്ച കാര്യം അതിൻ്റെ ആത്മാവിൻ്റെ ഐന് കൊണ്ട് തന്നെ. അപ്പം എന്താണ് എന്താ ഉദ്ദേശാർത്ഥം? അള്ളാഹുവിൻ്റെ ഹബീബിനെ പറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം മുഴുവനും അറിയേണ്ടതിൻ്റെ ഒരു ആത്മാവുണ്ടാവും, ഒരു റൂഹുണ്ടാവും. അത് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നു. അപ്പോൾ എല്ലാ പ്രശംസകരുടെയും പ്രശംസ എൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ ഇനി നബിയെ പറ്റി പറയാൻ കഴിയൂല സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഞാൻ മനസ്സിലാക്കിയതിനൊക്കെ അപ്പുറത്തൊക്കെ ഒരാളില്ലോ റസൂലുള്ളാഹിനെ പറയാൻ അവർക്ക് കഴിയില്ല. അങ്ങനത്തെ ഒരു ഇതിന് മുമ്പുണ്ട് കേട്ടോ, ഇതിന് മുമ്പുണ്ട്. എൻ്റെ മേലൊരാൾക്ക് പറയാൻ റസൂലുള്ളാഹിനെ പറ്റി പറയാൻ കഴിയില്ല, അങ്ങനെയുണ്ട്. എൻ്റെ മേലെ റസൂലുള്ളാഹിനെ പറ്റി പറയാൻ ഈ ലോകത്ത് അവസാനിക്കുന്ന ഒരാൾക്ക് കഴിയില്ല. ഇതിനു മുമ്പ് ചില വരികളുണ്ട്. അതൊക്കെ അത് ചില വാക്കുകൾ അള്ളാഹു റസൂൽ തന്നെ അവർക്ക് അറിയിച്ചു കൊടുക്കും. നബിയെ ഞാൻ ഉൾക്കൊണ്ടത്ര ഇനി ഉൾക്കൊള്ളാൻ ഒരാൾക്ക് കഴിയില്ല. എന്തുകൊണ്ട്? അതെന്തായിരിക്കും? ഇനി ഉൾക്കൊണ്ടത് മുഴുവൻ അവർ പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട്? കല്ലിമിന്നാസബി ഖദ്രി ഉഖൂലിഹിം, ആളുകളെ അക്കലനുസരിച്ച് അവരോട് പറയാൻ പാടുള്ളൂ. അവർ പറഞ്ഞത് മുഴുവൻ നമുക്ക് മനസ്സിലാവില്ല. ചിലതോട് പറയാനും പറ്റൂല, നമ്മളോട് പറയാൻ പറ്റൂല. പുണ്യ റസൂൽ മുസ്തഫ അള്ളാഹിൻ്റെ ഹബീബിനെ പറ്റി പറയാൻ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. ഇനി ലോകാവസാനം വരെ അതിനപ്പുറം പറയാനില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ട്, അവർ പറഞ്ഞതന്നെ ഇപ്പം നമുക്ക് തിരിഞ്ഞിട്ടുമില്ല. ഇപ്പറഞ്ഞതിനെ നമുക്ക് തിരിഞ്ഞു ഇല്ല. بعين اللهاء روح ذي الأمر والخلق لا فاسقني جهرا مداما محبة الأمين الذي يملي بعقلي فلم يبق ألا أريك فاسقني എൻ്റെ റബ്ബേ നീ എനിക്ക് കുടിപ്പിക്കണം. ജഹ്റൻ പരസ്യമായി തന്നെ. മുദാമ മഹബത്തില്ല അമീനി, അൽ അമീനോടുള്ള പ്രേമത്തിൻ്റെ മധ്യത്തെ കള്ളിനാണ് മുദാമ അറിയുക. അപ്പോൾ റസൂലുള്ളാഹിനോടുള്ള പ്രേമത്തിൻ്റെ കള്ളിനെ എന്നെ കുടിപ്പിക്കണം റബ്ബേ നീ. അല്ലത് എങ്ങനത്തെ കള്ളാണ് ആ കള്ള്? യുംലി ബ്യാക്കലി, അതിൻ്റെ ബുദ്ധി ഇല്ലാതാക്കണം. ഫലം യുബക്ക്, അശേഷം എനിക്ക് ബുദ്ധി ഇല്ലാതാണ്. ബുദ്ധിനെ പറ്റ പോകണം. കള്ളുടിച്ച പിന്നെ ബുദ്ധി ഉണ്ടാവില്ലല്ലോ. മനസ്സിലായില്ല? കവി ദ്വാരക്കാണ്. എന്തിന്? കള്ള് കിട്ടാം. കള്ള് കുടിച്ചാൽ പിന്നെ കുട്ടികളെ കള്ള് എന്ന് പറഞ്ഞ സാധനത്തിന് എന്താ കള്ളിൻ്റെ പ്രശ്നം? ബുദ്ധി. എന്ത് ഹംറ് എന്ന വാക്കിൻ്റെ അർത്ഥം? ഹംറ്, കള്ള് എന്ന് മലയാളമല്ല. ഹംറ് 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 എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു. ഹംറ് പറഞ്ഞാൽ എന്താ? ഖമർതു ഹാദൽ ഇനാഅ ബി ഹാദ. ഖമർതു ഹാദൽ ഇനാഅ അൽ മംലൂഅ ബിശ്ശായി ബിഹാദ. ചായ നിറച്ച ഈ പാത്രത്തെ ഞാൻ ഇതുകൊണ്ട് മൂടി. അപ്പം ഖമറ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മൂടി. ഖംറ് മൂടണത്, ആക്കല്ലത് മൂടും. പിന്നെ എന്തുണ്ടാവില്ല? ബുദ്ധി ഉണ്ടാവില്ല. അതാണ് ഖംറിൻ്റെ അർത്ഥം തന്നെ. അതാ നമ്മളെ മലയാളം പോലെയല്ല. മലയാളം കള്ള് കൊള്ളു ഇതൊക്കെ അതിനിപ്പോൾ കള്ള് പറഞ്ഞിട്ട് അറബിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അറബിയിൽ ആ പദത്തിൽ തന്നെ ഇതിൻ്റെ അർത്ഥം ഉണ്ടാവും. ഒരു വർഷമായ കിടാവിന് മുസിന്നത്ത് അറിയും. സെനത്ത് എന്ന വാക്കായി തന്നെ ഉണ്ടല്ലോ, അതാണ് മുസിന്നത്ത്. അറബി പറഞ്ഞാൽ ഭയങ്കര ഭാഷയാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ അർത്ഥം ഉണ്ടാവും. ഖംറ് പറഞ്ഞാൽ മൂടും. എന്തിനെ മൂടും? ബുദ്ധിയെ മൂടും. അലാ അറിയുക ഫസ്കിനി റബ്ബേ നീ എന്നെ കുടിപ്പിക്ക്. മുദാമ മഹബത്തി അൽ അമീൻ, അൽ അമീനോടുള്ള പ്രേമത്തിൻ്റെ മധ്യത്തെ എന്നെ കുടിപ്പിക്ക് റബ്ബേ. ജഹ്റൻ അലാ ഫസ്കിനി എൻ്റെ റബ്ബേ നീ എന്നെ കുടിപ്പിക്ക്. നീ എന്നെ കുടിപ്പിക്ക് റബ്ബേ. ജഹ്റൻ പരസ്യമായി കുടിപ്പിക്ക്. എന്തിനെ കുടിപ്പിക്ക്? മുദാമ മഹബത്തിൽ അമീനി, അൽ അമീനോടുള്ള പ്രേമത്തിൻ്റെ മധ്യത്തെ കള്ളിനെ. അല്ലതി എങ്ങനത്തെ കള്ളെന്നറിയോ? അത് യുംലി ബ്യാഖലി, അതിൻ്റെ ബുദ്ധിയെ തന്നെ പറ്റില്ലാതാക്കും. ഫലം യുബക്കി, അല്പം പോലും ശേഷിക്കാതെ. അപ്പോൾ എനിക്ക് ബുദ്ധി പറ്റേ ഇല്ലാതാവും. എന്ത് കുടിച്ചാൽ? കള്ള് കുടിച്ചാൽ. ഏത് കള്ള്? സുഹാന മഹബത്തിൻ്റെ. സത്യമാണ്. പിന്നെ ഒരു ദുനിയാവിനെ പറ്റി അവർക്ക് ചിന്ത ഉണ്ടാവില്ല.
ഒരു മനുഷ്യന് അവനവൻ്റെ ബുദ്ധി തുറന്നതിലേക്ക് അവന് രസം ഉണ്ടാവുള്ളൂ. ഞാനൊരു 20 കൊല്ലം മുമ്പുള്ളൊരു അനുഭവം എനിക്കുണ്ട്. അതിനുള്ളത് നമ്മൾ ചിന്തിക്കും. ഒരു സംഘം ആളുകൾ, ആ ഒരു സംഘം ആളുകൾ ഒരു സൽക്കാരത്തിന് കൂടി. അപ്പം അതിൽ ചില ആളുകളുണ്ട്, അവർ ദീനിയായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേ. അപ്പം ആ കൂട്ടത്തിൽ ഒരാൾ ഇരുന്ന് ഉറങ്ങന്നെ, ഇരുന്നുറങ്ങുക. അങ്ങനെ സംസാരിച്ച് ഒരാൾ അവനെ ആ ആള് സംസാരിച്ചു എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത്, 20 കൊല്ലം മുമ്പാണ്. അവർ സംസാരിച്ചിട്ട് ഒരാളെ മകൻ ഗൾഫ് പോയിട്ട് ഭയങ്കര ഒരു അത്യാവശ്യം ഷെയ്ഖിൻ്റെ അവിടെ ജോലി കിട്ടിയൊരു സംഭവത്തിലേക്ക് എത്തി. അപ്പോൾ ആ ഉറങ്ങുന്ന ആൾ എന്നിട്ട് എന്തായി കാര്യങ്ങൾ, അവിടെ എന്താ സംഭവം, അങ്ങനെ എത്ര ശമ്പളം ഉണ്ടെന്ന്. അപ്പോൾ ഇതുവരെ ഓൻ എന്തേന് മനസ്സിലായില്ല. അവിടെ സ്വർഗത്തിനെ പറ്റിയും അള്ളാഹു റസൂലിൻ്റെ കൗസറിനെ പറ്റിയൊക്കെയാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. അപ്പം മൂപ്പര് ഇത് ഉണ്ടായ സംഭവം 20 കൊല്ലം മുമ്പ് ഞാൻ ആ ഒരു ഉച്ച നേരത്തെ എൻ്റെ ജീവിതത്തിൽ മറന്നിട്ടില്ല. ഇത് മനുഷ്യന് പാടാ. അപ്പം ഇയാളിൽ ഉറങ്ങാൻ കാരണം എന്താ? അതിലൊന്നും ഇപ്പം ഞമ്മക്ക് ഇടപെടേണ്ട ആവശ്യം ഇല്ല. അതൊക്കെ അവിടെ പോകുമ്പോൾ കിട്ടിക്കോളും. അതേ സമയത്ത് ദുബായിക്ക് പോയിട്ട് ഷെയ്ഖിൻ്റെ അവിടെയാണ് പണി കിട്ടിയത് എന്ന് പറഞ്ഞപ്പോഴത്തിന് അപ്പം ഇയാൾ സത്യം പറഞ്ഞ ഇയാൾ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിക്കണേ പിന്നെ അതും കേൾക്കാൻ പാടില്ലല്ലോ. അതോട് കേൾക്കുന്നോട് കൂടെ സ്വഭാവം മാറി. എന്നിട്ട് എന്താണ് എവിടെ എങ്ങനെയാണ് പണി കിട്ടിയത്, ആരെ പണിയെടുത്ത്, അതെങ്ങനെ കിട്ടിയതാ മനസ്സിലായില്ല. ഇങ്ങനെ അയാൾ പിന്നെ വർത്താനത്തോട് വർത്താനം എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അപ്പം ഇവിടെ എന്ത് മറ്റത് അയാൾ ആക്കിൽ ഇടപെടുന്ന സംഗതിയല്ല. അപ്പം യുംലി ഫലം യുബക്കി, ഒരു ശേഷിക്കാതെ എൻ്റെ ബുദ്ധി കളയുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഒരു വിഷയം തന്നെ ഉണ്ടാവില്ല. ദുനിയാവ് അവരെ തലയേക്കെട്ട് കയറൂല. സാധാരണ ജനങ്ങൾ സംസാരിക്കുന്ന ദുനിയാവല്ലേ, അതുപോലെ തലയിൽ കയറൂല. അള്ളാന്റെ ഹബീബിൻ്റെ ആ മഹബത്തിൻ്റെ മദ്യം ഒരാൾ ആസ്വദിച്ചാൽ പിന്നെ ഓന് പണത്തിനും താല്പര്യം ഉണ്ടാവില്ല, സ്ഥാനമാനത്തിനും താല്പര്യം ഉണ്ടാവില്ല, ഒന്നും താല്പര്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആസ്വദിക്കാണ് അവരുടെ ജീവിതം മുഴുവൻ ആസ്വാദനം. ഇപ്പം ഞാൻ എനിക്കൊരു മുട്ടായി തന്നു. അപ്പം ഞാൻ മുട്ടായി ഈമ്പാൻ തുടങ്ങി. അത് ചേമ്പി കൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ നിനക്ക് 10 റുപ്യൻ്റെ ഒരു ഐസ്ക്രീം തന്നു. അപ്പോഴോ പറയടോ, 1 റുപ്യൻ്റെ മുട്ടായി ഞാൻ നിനക്ക് ഈമ്പാൻ തന്നു. ഉറങ്ങല്ലേ തല്ല തുറന്ന് എനിക്ക് ഞാൻ നിനക്ക് 1 റുപ്യൻ്റെ മുട്ടായി തന്നു. അത് ചേമ്പി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ 10 റുപ്യൻ്റെ ഐസ്ക്രീം കാട്ടിയപ്പോൾ ഇജ്ജ് അവിടെ പിന്നെ എന്താ ചെയ്യുക? ആ മുട്ടായി എറിഞ്ഞിട്ട് ഈ ഐസ്ക്രീമോ, ആ ഐസ്ക്രീം ഇജ്ജ് തിന്നാൻ തുടങ്ങി അത് തൊള്ളിയിലിട്ട് ഊമ്പി തുടങ്ങുന്ന സമയത്ത് അതിങ്ങനെ രാത്രി ഇങ്ങനെ അപ്പം ഞാൻ എനിക്ക് 50 റുപ്യന് ഐസ്ക്രീം കണിച്ചെന്നാൽ അത് വേറെ കൊടുത്തിട്ട് അത് വാങ്ങി ഈമ്പൽ തുടങ്ങും. അതുകൊണ്ടാണ് മനസ്സിലായില്ല ഒരു വിഭാഗം ആളുകൾ പെണ്ണിട്ടാതിരുന്നത്. എന്തിനാ പെണ്ണിട്ടണ്? ആസ്വാദനത്തിന്. എന്തിനാ കെട്ടിക്കണ്? ആസ്വാദനത്തിന്. അതുപോലെ അള്ളാഹുവിൻ റസൂൽ ആസ്വദിച്ചപ്പോൾ അവൾക്ക് കല്യാണം ഹറാമായി. എന്ത് തൃപ്പൻ ചെയ്യാൻ പോലെ ഒരു പെണ്ണിട്ടഞ്ഞ? എന്തിനാ CM പെണ്ണിട്ടഞ്ഞ്? മനസ്സിലായില്ല. അതിനേക്കാളും വലിയ ആസ്വാദനം ഇവിടെ ഉണ്ടാവുമ്പോൾ ഈ ആസ്വാദനം അവൾക്ക് ഒരു രസം ഉണ്ടാവില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഗൾഫിൽ പോയി ഷെയ്ഖിൻ്റെ അവിടെ പണിയിട്ട് എല്ലാ നേരവും മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ചാപ്സ്, മറ്റേ ഇതന്നെ ഫുള്ള്. എന്നാലും ഓൻ്റെ പേരിലെത്താനായിരിക്കും പൂതി. എന്തുകൊണ്ട്?
അതിനേക്കാളും ആസ്വാദനം പെണ്ണിൻ്റെ ഒപ്പം കടന്നിറങ്ങല. മനസ്സിലായി പറഞ്ഞു. ഒരു പക്ഷേ ആ പണി തന്നെ ഓൻ പെണ്ണുങ്ങളൊപ്പം കടന്നിറങ്ങിയിട്ട് പിന്നെ അവനെ ഒഴിവാക്കുകയും ചെയ്യാം. ആ ജോലി വേണ്ട. പാപ്പ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, പൊയ്ക്കോ മോനെ. അപ്പൊ പറഞ്ഞു അവിടെ ഓളെ കൊണ്ടുപോകാൻ വിസ കിട്ടൂല, ഞാനതിന് പോണില്ല. പിന്നെ ആട് വിസക്കാണോ പോയത്, അവിടെ പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ. മനുഷ്യൻ എപ്പോഴും ആസ്വാദനത്തിലൊക്കെ പോകുക. മനസ്സിലാണ്ടോ പറഞ്ഞത്? ചിന്തിക്ക്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ CM എന്തേ പെണ്ണിട്ടു? എന്തേ ഓൾക്ക് ഇവിടെ ആസ്വാദനം ഉണ്ടായിട്ടില്ലേ? ഓരോ ആസ്വാദനം നമുക്ക് പോലും ഉണ്ടായിട്ടില്ല. അത് ആരിലാണ് ആസ്വാദനം? അല്ലാഹു റസൂലും. പിന്നെ ഓലെ പോലത്തോരോട് നമ്മൾ ഇതിൽ ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഓലെ തലയ്ക്കത് കയറൂല, ഓൽക്കത് തലയിൽ കയറൂല. അതന്നെ. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. അതന്നെ തിരുപ്പഞ്ചയ മൗലവിക്ക് അവരാസ്വദിക്കുക തന്നെയാണ്. പക്ഷെ അവരെ ആക്കൽ ഒരു സൈഡിലേക്ക് നീങ്ങുള്ളൂ, നമ്മളെ ആക്കൽ വേറെ സൈഡിലേക്കാണ് നീങ്ങള്. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല? സാധനം ഒരൊറ്റ ഫീൽഡാണ്. ദുനിയാവെന്ന ഫീൽഡിൽ നോക്ക്, ദുനിയാവെന്ന ഫീൽഡിൽ അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ് ഒരു കാണുന്നത്, നമ്മൾ ദുനിയാവിൻ്റെ അടയാളങ്ങളാണ്. സാധനം ഒന്നാ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? കൃഷിസ്ഥലത്തേക്ക് ചെറിയ കുട്ടിയും കൃഷിസ്ഥലത്തേക്ക് പോയി. പോത്ത്, പണിക്കാരന്, കർഷകൻ, മുതലാളി, പെണ്ണുങ്ങള്, കുട്ടി, ഈ 5 കൃഷിസ്ഥലത്തേക്ക് പോയാൽ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? പോത്തിൻ്റെ ചിന്ത എന്താണ്? എവിടെയാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? എവിടെയാണ് പുല്ല് കടിക്കാനുള്ളത് എന്നാണ് ആര് നോക്കുക? പറ ചങ്ങായി, പോത്ത് നോക്കുക. സൂര്യനെയാണ് പണിക്കാരൻ നോക്കുക. ഇത് വൈകുന്നേരം 4 മണി വരെ ഇത് ഇയാൾ പറഞ്ഞതിനെ കേട്ട് മൂളിയിട്ട് കൈക്കൂട്ടത്തണം. ഓ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ നോക്കുക, സൂര്യനെ നോക്കുക. കർഷകൻ നോക്കുക, അപ്പുറത്തെ വിളഞ്ഞു നിൽക്കുന്ന കൃഷി, അയാൾ അതാ നോക്കുക. അങ്ങനെ എൻ്റെതും ആകണം. പെണ്ണുങ്ങൾ അതിൻ്റെ വെയിലിൻ്റെ അറമ്പിലും അവിടെ ഇവിടെയും പട്ടയാടി കിടക്കുന്നുണ്ടോ? ഇതാണ് എന്തുകൊണ്ട് ഓക്ക് വേണ്ടത്? എന്താ? വിറക. കുട്ടിയോ വല്ല തെച്ചിമരോ മറ്റോ പൂവുണ്ടോ നോക്കുക. തിരിഞ്ഞില്ല, ഒറ്റ ഫീൽഡാ. 5 നോട്ട ആണോ അല്ലേ? ഇതന്നെയാണ്. ഇത് പഠിക്കുക. ഓരോരുത്തരും മറ്റൊന്നിനെ കാണേയില്ല. പോത്ത് പുല്ലല്ലാതെ ഒന്നും നോക്കണില്ല, മറ്റേ ആളും സൂര്യനല്ലാതെ നോക്കണില്ല. ആര്? പണിക്കാരൻ. ഇത് രണ്ടുക്കും നോട്ടല്ല. ആർക്ക്? മുതലാളി അപ്പുറത്ത് വിളയാനായ ഈ ഇപ്പുറത്ത് വിളയാനുണ്ട്, അങ്ങനെ എൻ്റെത് വായി കിട്ടണം. അപ്പോഴാണ് മറ്റേ കർഷകൻ വന്നത്. അല്ല ഇതിലിട്ട വളം എന്തൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടാ, എനിക്കൊരു വാങ്ങാനാണ്. ഓൻ്റെ ചിന്തയിൽ കൃഷിയല്ലാതെ ഒന്നുമില്ല. 4 മണിക്ക് പോകുമ്പോഴത്തിന് 2 ദിവസമുള്ള വിറകുണ്ടാക്കാലോ എന്നുള്ളതാണ് ആരത്തുള്ളത്? കുഞ്ഞാമിനാൻ്റെ മനസ്സിലുള്ളത്. പൂവിനെ ആർത്തിൽ പെട്ടിയിലാക്കി നാളെ മദ്രസയിലെ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് കുട്ടീനെ മനസ്സിലുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും അവരവരുടെ ചിന്തയിലേ നോക്കുള്ളൂ. അപ്പം ഈ ദുനിയാവിൽ തന്നെയാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. നമ്മൾ എന്താ കാണുന്നത്? ദുനിയാവിൻ്റെ അടയാളങ്ങൾ. അവരെന്താ കാണുന്നത്? പറയും അള്ളാഹിൻ്റെ അടയാളങ്ങൾ. അപ്പം അള്ളാഹിൻ്റെ അടയാളങ്ങളെ കാണുന്ന ഒരു വ്യക്തിക്ക് ദുന്യവിയായ അക്കലില്ലാതെയാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാ? ദുന്യവിയായ അക്കല് അവനുണ്ടാകുകയില്ല. ദുന്യാവിയായ അക്കല് ഉണ്ടാകുകയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? ചിന്തിക്കുക. ഒരുത്തിയുടെ സൗന്ദര്യവും സൽസ്വഭാവവും കണ്ടിട്ടാണ് ഇത് പെണ്ണിട്ടിയെങ്കിൽ
വൃത്തിയെ കിട്ടിയത് എങ്കിൽ ഓളെ വാപ്പാനെ സൂപ്പർ മാർക്കറ്റ് എൻ്റെ ചിന്തയിൽ തന്നെ ഉണ്ടാവും. ആ സൂപ്പർ മാർക്കറ്റിൽ വമ്പം കച്ചവടം നടക്കുന്നുണ്ട്. ആരെന്നോട് പറഞ്ഞാലും വിചാരിച്ചു ബൈക്ക് ഒട്ടം പോലും ആ ബൈക്ക് പോകില്ല. അതേ സമയത്ത് സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ടാണ് ജോളെ കിട്ടിയെങ്കിൽ എനിക്ക് വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ നേരം കിട്ടൂല. ഇജ് എയിലെ പോയി എന്നാലും സൂപ്പർ മാർക്കറ്റ് ഒന്ന് പോകും. എൻ്റെ അമ്മോശാക്കാന സൂപ്പർ മാർക്കറ്റാണ്. അവർക്ക് മഞ്ചേരിയിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അരീക്കോട് അതുപോലത്തെ വേറൊന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഓൻ അവിടെ അളിയൻ്റെ പെണ്ണിന് അളിയന് 12 മണിക്ക് പീടി അടിച്ച് അതിട്ടൊക്കെയാണ്. അളിയൻ വന്നപ്പോൾ 2 മണിയായി. ആ അളിയൻ്റെ ഒപ്പം ബനും വരുന്നവൻ പുതിയപ്പളയാണ്, 1.5 കെട്ടിയിട്ടേ ഉള്ളൂ. ഓൻ്റെ മനസ്സിൽ പുതിയ എണ്ണല്ലേ സൂപ്പർ മാർക്കറ്റാ തന്നെ. അപ്പോൾ ഒരു ഇങ്ങോട്ട് നോക്ക്, ഓരോരുത്തരും അവരവരുടേതാണ് നോക്ക്. അപ്പം എനിക്ക് പഠിച്ചോനെ റസൂലുള്ളാഹിൻ്റെ കള്ള് കുടിപ്പിക്ക്, എന്നിട്ട് എൻ്റെ ബുദ്ധി കളയെന്ന് പറഞ്ഞാൽ ഏത് ബുദ്ധി? ദുനിയാവിയായ ബുദ്ധിയാണ് കളഞ്ഞോം ചെയ്തല്ലോ.